Question number 18. ചോദ്യം എടുത്തിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ടോപ്പിക് നമുക്ക് VSEPR തിയറി ആണെന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് വാട്ടർ, അമോണിയ ആൻഡ് മെത്തൈൻ എന്നാണ് ചോദ്യം. ദ സെൻട്രൽ ആറ്റംസ് ഓഫ് ഓൾ ദ മോളിക്യൂൾസ് ആർ sp3 ഹൈബ്രിഡൈസ്. ശരിയല്ലേ? മൂന്ന് പേരിൽ നമുക്കറിയാലോ, H2O, ലോൺ പെയർ അല്ലെ, അമോണിയ 1 ലോൺ പെയർ, മെത്തൈൻ നോ ലോൺ പെയർസ്. എല്ലാവരും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് സെൻട്രൽ ആറ്റം. ദ HOH ബോണ്ട് ആംഗിളുകൾ നമുക്കറിയാം. ഇവിടെ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്, അമോണിയയുടെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ്, ആൻഡ് മെത്തൈൻ്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന ബോണ്ട് ആംഗിൾ ആൾമോസ്റ്റ് സെയിം ആണ്. 109.5 109.28 സെയിം ആണ്. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് ശരിയാ, കാരണം 2 ലോൺ പെയർ വരുന്ന H2O-ക്കാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുക. ദെൻ അമോണിയക്കാണ്. ലോൺ പെയർ ഒന്നുമില്ലാത്ത CH4-ന്, റെഗുലർ ജോമെട്രിയുള്ള CH4-ന് മ്യൂ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി അല്ലേ? ദെൻ ബോത്ത് H2 ആൻഡ് അമോണിയ ആർ ലൂയിസ് ആസിഡ്സ്. തെറ്റാ, രണ്ടുപേരും ലൂയിസ് ബേസസ് ആണ്. CH4 ഇസ് എ ലൂയിസ് ബേസ്, അത് തെറ്റാ. CH4 ഒന്നുമല്ല, ലൂയിസ് ആസിഡും അല്ല, ലൂയിസ് ബേസും അല്ല, അല്ലെ? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇ, എ സൊല്യൂഷൻ ഓഫ് NH3 ഇൻ വാട്ടർ ഇസ് ബേസിക്. അത് ശരിയാണ്. ഇൻ ദിസ് സൊല്യൂഷൻ അമോണിയ ആൻഡ് H2 ആക്ട് ആസ് ലൗറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ് റെസ്പെക്റ്റീവ്ലി. സി, നമ്മളിപ്പോൾ അമോണിയയും വാട്ടറും റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? അമോണിയം പ്ലസ് OH മൈനസ്. അവിടെ അമോണിയ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അവർ ലൗറി ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ടും വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ലൗറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ല? കാരണം അമോണിയ പ്രോട്ടോൺ ആക്സെപ്റ്റർ ആയിട്ടും H2O പ്രോട്ടോൺ ഡോണർ ആയിട്ടും. അപ്പൊ ഇവിടെ നേരെ തിരിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? അമോണിയ ആസിഡും വാട്ടർ ബേസും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് തെറ്റാം. അപ്പൊ ശരിയായത് ഓപ്ഷൻ 1 ആണ്. എയും ബിയും സിയും ശരിയാണ്. ഓക്കെ, യാ.